മധ്യകാലത്ത് മലബാറിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നിസ്തുലമാണ് പൊന്നാനിയുടെ പങ്ക്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പൈതൃകം ഇപ്പോഴും ഇരുളടഞ്ഞു കിടക്കുകയാണ്. മലബാറിൻ്റെ ഖ്യാതി പുറംലോകത്തെത്തിക്കുന്നതിലും നാടിനെ സമ്പൽ സമൃദ്ധമാക്കുന്നതിലും ഒരു കാലത്ത് പൊന്നാനി മുൻപന്തിയിലുണ്ടായിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ രണ്ടാം ആസ്ഥാനമായിരുന്നു പൊന്നാനി. 15-ാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണേന്ത്യയിലെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കേന്ദ്രവും പൊന്നാനിയായി. നാടിനെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മുസ്ലിമീങ്ങൾ നിർണായകമാവുന്നതും പൊന്നാനിയിൽ വച്ചിട്ടാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും പിൻഗാമികളും ഇസ്ലാമിക് സംസ്കാരത്തിൻ്റെ കൈത്തിരിയേന്തിയതു മുതൽക്കാണ് ഈ പ്രദേശം പ്രസിദ്ധമാകുന്നത്. മലബാറിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇസ്ലാമിക പ്രചാരണത്തെ ശാസ്ത്രീയമായി സംവിധാനിക്കുകയും അതോടൊപ്പം നാട്ടിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ മുസ്ലിമീങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്ത മഹാദൗത്യമാണ് മഖ്ദൂമുമാർ നിർവഹിച്ചത്. സാമൂതിരിയുടെ പ്രസിദ്ധി അറബ് ലോകത്തെത്തിക്കുന്നതിലും യൂറോപ്യൻ സാമ്രാജ്യത്വത്തിൽ നിന്ന് നാട്ടിനെ രക്ഷപ്പെടുത്തുന്നതിലും മഖ്ദൂമും പിൻഗാമികളും മുൻപന്തിയിലായിരുന്നു. ഇസ്ലാമിൻ്റെ അധ്യാപന രംഗത്തെ ശാസ്ത്രീയമായി സംവിധാനിച്ച് ഇസ്ലാമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിലും മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിലും മഖ്ദൂമുമാർ അനൽപമായ സംഭാവനകളർപ്പിച്ചു. ഷാഫിഈ കർമ്മഖണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മുസ്ലിമീങ്ങളെ ഏകീകരിക്കുന്നതിലും പൊന്നാനി കേന്ദ്രമാക്കി ഒരു കേന്ദ്രീകൃത വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. പൊന്നാനിയിലെ വിശ്വവിദ്യാലയത്തിൻ്റെ വിളക്കത്തിരുന്ന മുസ്ലിയാന്മാരാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന് ചുക്കാൻ പിടിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധ കൃതികളടക്കം മതപരവും മതേതരവുമായ നിരവധി ഗ്രന്ഥങ്ങൾ മഖ്ദൂമുകളുടെ കരങ്ങളാൽ വിരചിതമായി. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സാമ്രാജ്യത്വ വിരുദ്ധ കൃതി യൂറോപ്പിലാകമാനം പ്രചരിച്ചിരുന്നു. കർമ്മകാണ്ഡമായ ഫത്ഹുൽ മുഈൻ അറബി നാടുകളിലെ പാഠശാലകളിൽ ടെക്സ്റ്റ് പുസ്തകമായി അംഗീകരിക്കപ്പെട്ടു. ആധ്യാത്മിക കൃതിയായ അദ്കിയ ഇന്നും പുതുമയോടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്രകാരം നാട്ടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ പങ്കുവഹിച്ച മഖ്ദൂമുമാരെക്കുറിച്ചോ അവർക്ക് വേദിയൊരുക്കിയ പൊന്നാനിയെക്കുറിച്ചോ പുതിയ തലമുറ അറിയാതെ പോകുന്നത് ദുഃഖകരമാണ്. പൊന്നാനിയുടെ അവഗണിക്കപ്പെട്ട പൈതൃകത്തെ അനാവരണം ചെയ്ത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ വിടവ് നികത്തുകയാണ് ഡെയിലി ഹിസ്റ്ററി. പൊൻനാണയങ്ങളുടെ ഇടപാട് നടത്തിയിരുന്ന പൊന്നാനി എന്നൊക്കെ പൊന്നാനി എന്ന വാക്കിൻ്റെ നിഷ്പത്തി തേടി പോകാറുണ്ട്. കൈരളിയുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന സ്ഥാനമുള്ള മലയാളിയുടെ നിള നദി അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഏറ്റ് അറബിക്കടലിൽ ലയിക്കുമ്പോൾ പൊൻവർണ്ണമാകുന്ന കാഴ്ച കണ്ട ആരോ ഈ പുഴയെ പൊൻവാനി അഥവാ പുഴയെന്ന് വിളിച്ചു. ഏതുപോലെ ഭവാനിപ്പുഴ, ശിരുവാനിപ്പുഴ എന്നൊക്കെ പറയും പോലെ പുഴ കടലിനോട് ചേരുന്ന അഴിമുഖമായതുകൊണ്ട് പൊന്നാനി വായിക്കൽ എന്നും പൊന്നാനിയെ വിളിച്ചിരുന്നു. അറബികൾ പൊന്നാനിയെ ഫുന്നാനി എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മാത്രമല്ല പറങ്കികളുടെ ഭരണത്തിൽ ക്രൂരമായ നരനായാട്ടിന് വിധേയമായ സ്ഥലമാണ് പൊന്നാനി. അവരുടെ പതനത്തിനു ശേഷം ശക്തിയാർജിച്ച രണ്ട് വിദേശ ശക്തികൾ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഈ നാടിനെ കേന്ദ്രമാക്കാൻ ശ്രമിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ റെസിഡൻറ്റ് പദവി നൽകി ഒരു ഡച്ച് പ്രതിനിധിയും ഒരു കൂട്ടം സൈന്യവും ഇവിടെയുണ്ടായിരുന്നു. കളിമണ്ണ് ഓല കൊണ്ട് നിർമ്മിച്ച ഇവരുടെ ഔദ്യോഗിക വസതിയായ റെസിഡൻഷ്യൽ ഹൗസ് കോടതിപ്പടിയിലായിരുന്നുവത്രേ. മേൽക്കൊയ്മയായ സാമൂതിരിയുടെ അംഗീകാരം വാങ്ങാതെ തിരുമനശ്ശേരിയുടെ അനുവാദത്തോടെ ഫ്രഞ്ചുകാർ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായി ഒരു പ്രതിനിധിയെ നിയമിക്കുകയും കേന്ദ്രം സ്ഥാപിക്കുകയും കുറച്ച് സ്ഥലം കൈവശം വെക്കുകയും ചെയ്തിരുന്നു. ഈ കേന്ദ്രം 1730-ൽ സാമൂതിരി രാജാവ് തകർത്തു. ഈ സ്ഥലത്താണത്രേ MES കോളേജും KSRTC ഡിപ്പോയും സ്ഥിതി ചെയ്യുന്നത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.